ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഒരു മീൻകറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ചട്ടി ഇത് അടുപ്പത്ത് ചൂടായി കഴിഞ്ഞു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു അരപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ അരപ്പാണ് അടുത്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് മീൻകറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വേണ്ടിയ സാധനങ്ങൾ: തേങ്ങ ചുരണ്ടിയത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ചെറിയ ഉള്ളി, പിന്നെ വേണ്ടത് കുടംപുളി അഥവാ പുളി, സാധാരണ പുളി. ഇതിലേതെങ്കിലും ഒരു പുളി ഉപയോഗിക്കുക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുത്ത അരപ്പാണ് നമ്മളിതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കട്ടിയാൽ തന്നെ അരച്ചെടുക്കണം. കാരണം ഇതിലേക്ക് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ മീൻകറിക്ക് സ്വാദ് കിട്ടുകയില്ല. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, ഈ അരപ്പ് അരച്ചെടുക്കുന്നതിന് മുമ്പ് ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടിയൊക്കെ നമ്മളൊന്ന് നേരത്തെ തന്നെ ചൂടാക്കി എടുക്കുക. എന്നിട്ട് വേണം അതിലേക്ക് നമ്മൾ ഇടേണ്ടത്, എന്നിട്ടിവിടെ അരച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ അലിയിച്ചു കൊടുത്ത ഉപ്പാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പൊടിയുപ്പും നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വേണം. എന്നിട്ട് പക്ഷെ നല്ലവണ്ണം അതിനെ ഇളക്കി കൊടുക്കുക. അടുപ്പത്ത് ചട്ടിയിൽ വെച്ചുണ്ടാക്കുന്ന മീൻകറിയുടെ സ്വാദ് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. നമ്മളതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. വീണ്ടും വീണ്ടും ചെറുതായിട്ട് കലക്കി കൊടുക്കുക. കാരണം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകാരം ചെയ്യുന്നത്. ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നമ്മൾ രുചിച്ച് നോക്കുക. നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു കഷ്ണം കുടംപുളിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരോ കഷ്ണങ്ങളായിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ അത് എല്ലാ കഷ്ണങ്ങളും ആ മീൻകറിക്കുള്ളിൽ മുങ്ങിക്കിടക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് നാം ചെയ്യേണ്ടതിന് കുറച്ച് മുളക്, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ മുളക്, അതേപോലെ തന്നെ തക്കാളി, മുരിങ്ങയ്ക്ക എന്നിവ നമ്മൾ അരിഞ്ഞു വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെതറി ഇട്ട് കൊടുക്കുക മുകളിൽ. എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല, പക്ഷെ ഇത് പ്രത്യേക ഒരു ടേസ്റ്റ് നൽകും നമ്മുടെ മീൻകറിക്ക്. ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. നമ്മളിനി ഇതിനെ മൂടി വയ്ക്കുക. അല്പസമയം തിളയ്ക്കുന്നതിന് വേണ്ടി മൂടി വയ്ക്കുക. ഇത് അല്പസമയത്തിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടില്ലേ, തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ട, നല്ല രീതിയിൽ തിളയ്ക്കുന്നു. നമ്മളിതിനിടയിൽ ഇളക്കാനോ പിടിക്കാനോ ഒന്നും പാടില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഇളക്കിയൊന്നും ചെയ്യണ്ട. അതിൻ്റെ അകത്ത് തന്നെ കിടന്ന് ആ മിശ്രിതം കിടന്ന് തിളയ്ക്കണം. അടച്ചു വയ്ക്കുക. ഹലോ ഫ്രണ്ട്സ്, കണ്ടില്ലേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി, നല്ല കളറൊക്കെ മാറി നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുകയാണ് നമ്മുടെ മീൻകറി. നോക്കട്ടെ.
ഉഗ്രൻ ടേസ്റ്റ്. നാടൻ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ നാടൻ എടുക്കണം. ഒരു കഷ്ണമൊന്നും വരുന്നുണ്ട്. ഓ, നല്ല ചൂടാണ്. ചട്ടിയിൽ പാചകം ചെയ്യുമ്പോൾ അതിൻ്റെതായ രുചി ഒരു പ്രത്യേകത. തീ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഉഗ്രൻ. നിങ്ങളും വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കാം.